നമസ്കാരം. വടക്ക് മഞ്ഞുമൂടിയ ഹിമാലയൻ കൊടുമുടികൾ മുതൽ തെക്ക് അലതല്ലുന്ന ഇന്ത്യൻ മഹാസമുദ്രം വരെ, പടിഞ്ഞാറ് താർ മരുഭൂമി മുതൽ കിഴക്ക് സാന്ദ്രമായ വനമേഖലകൾ വരെ 15,000 കിലോമീറ്ററിലധികം വരുന്ന കര അതിർത്തിയും 7,500 കിലോമീറ്ററിലേറെ നീളുന്ന കടൽ തീരമുള്ള ഒരേയൊരു മഹാരാജ്യം ഭാരതം. ഈ വലിയ രാഷ്ട്രവും ഇവിടെയുള്ള 140 കോടി ജനങ്ങളും നിർഭയമായി ഉറങ്ങുന്നത് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ നമ്മുടെ അതിർത്തികളിൽ ഉണർന്നിരിക്കുന്ന ആ ധീരയോദ്ധാക്കൾ കാരണമാണ്, നമ്മുടെ ധീര ജവാന്മാർ. ഇന്ന് നാം കാണാൻ പോകുന്നത് ഭാരതത്തിന്റെ കരയും കടലും ആകാശവും ഒരുപോലെ സുരക്ഷിതമാക്കുന്ന ആ പ്രതിരോധ കവചങ്ങളെ കുറിച്ചാണ്, നമ്മുടെ വീരന്മാരെ കുറിച്ച്. ആദ്യം നമുക്ക് കര അതിർത്തികളിലേക്ക് പോകാം. -50 ഡിഗ്രി തണുപ്പുള്ള സിയാച്ചിൻ ഗ്ലേസിയർ മുതൽ 50 ഡിഗ്രി ചൂടുള്ള രാജസ്ഥാനിലെ താർ മരുഭൂമി വരെ ഇന്ത്യൻ ആർമി കാത്തു സംരക്ഷിച്ചു വരുന്നു. ഇന്ത്യയുടെ കര അതിർത്തികളുടെ സംരക്ഷണവും കാവലും വിവിധ പാരാമിലിറ്ററി പടവിഭാഗങ്ങളും ഇന്ത്യൻ കരസേനയുടെ പ്രധാന റെജിമെന്റുകളാണ് നിർവഹിക്കുന്നത്. ഓരോ അയൽരാജ്യവുമായുള്ള അതിർത്തി കാക്കാൻ വ്യത്യസ്ത അതിർത്തി രക്ഷാസേനകളാണ് പ്രവർത്തിക്കുന്നത്. അതിൽ നാം ആദ്യം അറിയേണ്ടത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSF-നെ കുറിച്ചാണ്. ഭാരതത്തിന്റെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അതിർത്തികൾ കാത്തു സംരക്ഷിച്ചു വരുന്നത് ഈ വീരന്മാരാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അതിർത്തി രക്ഷാസേനകളിൽ ഒന്നാണ് നമ്മുടെ BSF. മരുഭൂമികളും പുഴകളും വനമേഖലകളും കടന്നുപോകുന്ന കഠിനമായ അതിർത്തികൾ BSF സംരക്ഷിച്ചു വരുന്നു. അടുത്തതായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ITBP. ഭാരതം ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ലഡാക്ക് മുതൽ അരുണാചൽ പ്രദേശ് വരെയുള്ള ഹിമാലയൻ അതിർത്തി കാത്തു സംരക്ഷിക്കുന്നത് ഹിംവീർ എന്നറിയപ്പെടുന്ന ITBP ആണ്. -1 ഡിഗ്രി തണുപ്പിലും സമുദ്രനിരപ്പിൽ നിന്ന് ആയിരക്കണക്കിനടി ഉയരത്തിലുമുള്ള മഞ്ഞുമൂടിയ പർവ്വതനിരകളിലും കാവൽ നിൽക്കുന്ന ധീരരായ ഭടന്മാർ. അസ്ഥി വരെ മരവിപ്പിക്കുന്ന തണുപ്പിലും നമ്മുടെ ഭാരതത്തിനെ സംരക്ഷിച്ച് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ധീരന്മാർ. അടുത്തതായി നേപ്പാൾ ഭൂട്ടാൻ അതിർത്തികൾ സംരക്ഷിക്കുന്ന സശസ്ത്ര സീമാബൽ SSB. ഭാരതത്തിന്റെ ഭൂട്ടാൻ നേപ്പാൾ അതിർത്തികൾ തുറന്ന അതിർത്തികളായതിനാൽ ജനങ്ങളുമായി അടുത്ത സൗഹൃദം പുലർത്തിക്കൊണ്ട് കള്ളക്കടത്തുകാരെയും മറ്റു കുറ്റകൃത്യങ്ങളെയും തടയുന്ന ഒരു രീതിയാണ് SSBയുടേത്. ഇനി അടുത്തത് വടക്കുകിഴക്കിന്റെ കൂട്ടുകാരൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പാരാമിലിറ്ററി സേന. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ സുരക്ഷയും തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളും നിർവഹിക്കുന്ന അസാം റൈഫിൾസ്. മ്യാൻമാർ അതിർത്തി സംരക്ഷിച്ചു വരുന്നത് ഈ മിടുക്കന്മാരാണ്. ഇനി നമുക്ക് യഥാർത്ഥ യുദ്ധമുഖത്തും നിയന്ത്രണ രേഖകളിലും മുൻനിരയിൽ പോരാടുന്ന ഇന്ത്യൻ കരസേനയെയും അതിലെ ചില പ്രധാന റെജിമെന്റുകളെയും പരിചയപ്പെടാം. ലഡാക്ക് സ്കൗട്ട്സ്, മഞ്ഞിലെ മഞ്ഞപ്പുലികൾ എന്നറിയപ്പെടുന്ന ഇവർ ലഡാക്കിലെ പ്രാദേശിക നിവാസികൾ ഉൾപ്പെടുന്ന വിഭാഗമാണ്. ഉയർന്ന പർവ്വത മേഖലകളിലും സിയാച്ചിനിലും അതിവിദഗ്ധമായി പോരാടാൻ ശേഷിയുള്ള പോരാളികളാണവർ. ലഡാക്ക്, ഗർവാൾ, കുമാവൺ, ഗൂർഖ എന്നീ റെജിമെന്റുകൾ പർവ്വത യുദ്ധങ്ങളിൽ ലോകത്തിൽ തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന റെജിമെന്റുകളാണ്. ഹിമാലയൻ അതിർത്തി പ്രദേശങ്ങളിലെ സംരക്ഷണം ഇവരുടെ കൈകളിൽ ഭദ്രമാണ്. അതുപോലെ തന്നെ പഞ്ചാബ്, രജ്പുതാന റൈഫിൾസ്, രജ്പുത് എന്നീ റെജിമെന്റുകൾ വെസ്റ്റ് പ്ലെയിൻസ്, രാജസ്ഥാൻ മരുഭൂമികൾ, കാശ്മീരിലെ നിയന്ത്രണ രേഖ എന്നിവിടങ്ങളിൽ പ്രധാന പങ്കുവഹിക്കുന്ന ധീരമായ ചരിത്ര പശ്ചാത്തലമുള്ള റെജിമെന്റുകളാണ്. പിന്നെയുള്ളത് വീര മദ്രാസി എന്നറിയപ്പെടുന്ന മദ്രാസ് റെജിമെന്റ്. ഇന്ത്യൻ ആർമിയിലെ ഏറ്റവും പഴക്കമേറിയ റെജിമെന്റുകളിൽ ഒന്നാണ് മദ്രാസ് റെജിമെന്റ്. ഇവർ കാശ്മീർ അതിർത്തികളിലും സിയാച്ചിനിലും സജീവമായി സേവനം അനുഷ്ഠിക്കുന്നു. ഭാരതത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഇതുപോലെ കാവൽ നിൽക്കുന്നത് ലക്ഷക്കണക്കിന് വരുന്ന വീരന്മാരാണ്. വേലികെട്ടിയ അതിർത്തികൾ മാത്രമല്ല, തെർമൽ ഇമേജറുകൾ, റഡാറുകൾ, ലേസർ ബാരിയറുകൾ, ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയും ഉപയോഗിച്ചാണ് ഇന്ന് ഭാരതം നമ്മുടെ കര അതിർത്തി പൂർണ്ണമായും സുരക്ഷിതമാക്കുന്നത്. ഇനി നമുക്ക് സമുദ്ര അതിർത്തികളിലേക്ക് തിരിയാം. ഭാരതത്തിന്റെ സാമ്പത്തിക പുരോഗതിയുടെ ജീവനാഡിയാണ് സമുദ്രവഴികൾ. 3 വശവും കടലിനാൽ ചുറ്റപ്പെട്ട ഭാരതത്തിന്റെ കടൽ തീരങ്ങൾ സംരക്ഷിക്കുന്നത് ഇന്ത്യൻ നാവികസേനയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡുമാണ്. അതിർത്തികൾ കടലിലും സുരക്ഷിതമാക്കാൻ അലകടലിനു മുകളിൽ പറന്നുയരുന്ന ഭാരതത്തിന്റെ ആത്മവിശ്വാസമാണ് INS വിക്രാന്തും INS വിക്രമാദിത്യയും.
ആത്മനിർഭർ ഭാരതത്തിന്റെ പെരുമ വിളിച്ചോതുന്ന അത്യാധുനിക യുദ്ധക്കപ്പലുകളും ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളും അണിനിരക്കുമ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മറ്റൊരു ശക്തിക്കും ചോദിക്കാൻ ധൈര്യമില്ലാത്ത ഒരു പേരായി മാറുന്നു ഭാരതം. ലക്ഷ്യം തെറ്റാതെ കടലിനു മുകളിലൂടെ കുതിച്ചുപാഞ്ഞ് ശത്രുവിനെ തകർത്തെറിയുന്ന ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലുകൾ, കടലിന്റെ ആഴങ്ങളിൽ നിശബ്ദരായി സഞ്ചരിച്ച് ശത്രുവിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്ന കലാവരി ക്ലാസ് സബ്മറൈനുകൾ, കടലിനു മുകളിലും ആകാശത്തും ആഴക്കടലിലും ഒരുപോലെ ആധിപത്യം സ്ഥാപിക്കുന്ന സമാനതകളില്ലാത്ത പ്രതിരോധ കവചം. ഇനിയുമുണ്ട് ഭാരതത്തിന്റെ രഹസ്യായുധം മാർക്കോസ്, മഗർ അല്ലെങ്കിൽ സമുദ്രത്തിലെ മുതലകൾ എന്നറിയപ്പെടുന്നവർ. കടലിലെ ഏത് അത്യാഹിത ഘട്ടത്തിലും ശത്രുവിനെ അടിച്ചമർത്താൻ പ്രാപ്തരായ ലോകത്തിലെ ഏറ്റവും ഭയാനകരമായ എലൈറ്റ് സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡോകൾ. നിയമവിരുദ്ധമായ കടത്തലുകൾ തടയൽ എന്നിവയിൽ ഇന്ത്യൻ നാവികസേന ആഗോളതലത്തിൽ തന്നെ മുൻപന്തിയിലാണ്. തീരദേശ മേഖലയിലെ ചെറിയ മീൻപിടുത്ത ബോട്ടുകൾ മുതൽ കൂറ്റൻ കപ്പലുകൾ വരെ നിരീക്ഷിക്കാൻ NC3I നാഷണൽ കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇന്റലിജൻസ് നെറ്റ്വർക്ക് എന്ന റഡാർ ശൃംഖലയും ഇന്ന് ഭാരതത്തിനുണ്ട്. കരയും കടലും കടന്ന് ആകാശത്തേക്ക് കണ്ണോടിച്ചാൽ അവിടെ ആകാശ അതിർത്തികളിൽ കാവൽ നിൽക്കുന്ന അജേയമായ ശക്തി. ശത്രുക്കളുടെ നെഞ്ചിൽ ഭീതി വിതയ്ക്കുന്ന മിന്നൽ വേഗം, അത് ഭാരതത്തിന്റെ വ്യോമസേന. സൂപ്പർസോണിക് വേഗതയും കൃത്യതയാർന്ന ലക്ഷ്യഭേദന ശേഷിയുമുള്ള അത്യാധുനിക യുദ്ധവിമാനങ്ങൾ. മരുഭൂമികളിലും ഹിമാലയ നിരകളുടെ അതിശൈത്യത്തിലും ഒരുപോലെ ശത്രുവിനെ നിഷ്പ്രഭമാക്കാൻ പോന്ന യുദ്ധസജ്ജത. റഫാലിന്റെ ആക്രമണശേഷിയും സുഖോയിയുടെ കവചവും തദ്ദേശീയമായി നിർമ്മിച്ച തേജസിന്റെ കരുത്തും ചേരുമ്പോൾ ഭാരതത്തിന്റെ ആകാശം പൂർണ്ണമായും സുരക്ഷിതം. യുദ്ധകളത്തിൽ വിമാനങ്ങൾക്ക് മാത്രമാണോ കരുത്ത്? അല്ല. ഏത് ദുർഘടമായ സാഹചര്യത്തിലും സൈന്യത്തെയും യുദ്ധോപകരണങ്ങളെയും അതിവേഗം ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ C-17 ഗ്ലോബ് മാസ്റ്ററും ചിനൂക്ക് ഹെലികോപ്റ്ററുകളും സദാ സജ്ജമാണ്. ശത്രുപാളയങ്ങളെ തകർത്തെറിയാൻ അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ആകാശത്ത് കാവലുണ്ട്. പോരാട്ടമുഖത്ത് മാത്രമല്ല, ദുരന്തമുഖത്തും ജനങ്ങളുടെ രക്ഷകരായി ആദ്യമെത്തുന്നത് ഈ വ്യോമ വീരന്മാരാണ്. പ്രളയത്തിലും ഭൂകമ്പത്തിലും കൈത്താങ്ങായും ലോകത്തിന്റെ ഏതു കോണിൽ അപകടത്തിലാകുന്ന ഇന്ത്യക്കാരനെയും മാതൃഭൂമിയിൽ സുരക്ഷിതമായി തിരിച്ചെത്തിച്ചും വ്യോമസേന സ്വന്തം കടമ നിറവേറ്റുന്നു. ഇന്ന് വ്യോമ പ്രതിരോധം വെറും വിമാനങ്ങളിൽ ഒതുങ്ങുന്നില്ല. S-400 സുദർശൻ മിസൈൽ സിസ്റ്റം ശത്രുവിന്റെ വിമാനങ്ങളെയോ മിസൈലുകളെയോ കിലോമീറ്ററുകൾക്ക് അകലെ വെച്ചു തന്നെ തകർത്തു കളയുന്ന വ്യോമ പ്രതിരോധ കവചം. GSAT-7A, 7B എന്നീ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തു നിന്ന് അതിർത്തികളിലെ ചെറിയ ചലനങ്ങൾ വരെ തത്സമയം നിരീക്ഷിക്കുന്ന സ്പേസ് സാങ്കേതിക വിദ്യയാണിത്. ആത്മനിർഭർ ഭാരതിലൂടെ സ്വന്തം ചിറകുകളിൽ കൂടുതൽ കരുത്തു നേടി ഭാവിയിലെ വെല്ലുവിളികളെ നേരിടാൻ ഇന്ത്യൻ വ്യോമസേന ഇന്ന് കൂടുതൽ സജ്ജമാണ്. ഏത് അടിയന്തര സാഹചര്യത്തിലും ശത്രുപാളയത്തിൽ കയറി ആക്രമണം നടത്താൻ ഭാരതത്തിന് എലൈറ്റ് സ്പെഷ്യൽ ഫോഴ്സുകളുണ്ട്. കരസേനയുടെ പാരാ SF, നാവികസേനയുടെ മാർക്കോസ്, വ്യോമസേനയുടെ ഗരുഡ് കമാൻഡുകൾ. ഇന്ന് ഈ 3 സേനകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് തിയേറ്റർ കമാൻഡുകൾ വഴി ഭാരതത്തിന്റെ പ്രതിരോധം ഒരൊറ്റ ഇരുമ്പ് കവചമായി മാറിക്കഴിഞ്ഞു. C4ISR സിസ്റ്റം വഴി കര നാവിക വ്യോമസേനകളെ തമ്മിൽ ബന്ധിപ്പിച്ച് ഏകോപിതമായി പ്രവർത്തിക്കാൻ സഹായിക്കുന്ന കമാൻഡ് ആൻഡ് കൺട്രോൾ നെറ്റ്വർക്ക് ഇന്ന് ഭാരതത്തിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. മഞ്ഞിലും മഴയിലും വെയിലിലും കുടുംബങ്ങളെ പിരിഞ്ഞ് മാതൃരാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ അതിർത്തികളിൽ പാറാവു നിൽക്കുന്ന ആ വീരയോദ്ധാക്കൾ സാങ്കേതിക വിദ്യയുടെയും ആത്മവീര്യത്തിന്റെയും കോട്ടകെട്ടിയാണ് ഓരോ അതിർത്തിയും കാക്കുന്നത്. ഇന്ന് ഭാരതീയ സേനകളിൽ സ്ത്രീകൾ മുൻനിരയിൽ തന്നെ പോരാളികളായി സജീവമാണ് എന്നത് ഏതൊരു ഇന്ത്യൻ വനിതയ്ക്കും അഭിമാനം നൽകുന്ന കാര്യമാണ്. നമ്മുടെ അതിർത്തികൾ സുരക്ഷിതമാണ്, കാരണം അത് കാക്കുന്നത് ധീരതയുടെയും ത്യാഗത്തിന്റെയും അടയാളമായ ഇന്ത്യൻ സൈന്യമാണ്. ആ കാവലാളുകൾക്ക് മുമ്പിൽ നിറഞ്ഞ മനസ്സോടെ സല്യൂട്ട് ഭാരത്.